കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പാണക്കാട്ടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ലീഗും കോൺഗ്രസും കൂടിച്ചേരുമ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമാകുന്നതെന്ന് കെ സുധാകരൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ കരുത്തും കോൺഗ്രസിന്റെ കരുത്തും യോജിക്കുമ്പോഴാണ് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി കരുത്താവുന്നത്. അതുകൊണ്ട് നല്ല സൗഹാർദ്ദവും നല്ല ബന്ധവും മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പോളിസിയാണ്. അപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ തങ്ങളോടും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബോടും വന്ന് ഇത്രാം തീയതി നോമിനേഷൻ കൊടുക്കുന്നു എന്ന് പറയാൻ അതെൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി വന്നതാണ്. മുബഷീർ പി അക്ബറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മുബഷീർ, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികൾ നടത്തുന്ന ഒരു പതിവ് സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നില്ലേ? ആരൊക്കെ ഉണ്ടായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുശേഷം കെ സുധാകരൻ പറഞ്ഞത്? കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി അല്പസമയം മുമ്പായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. പാണക്കാട്ടെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ലീഗും കോൺഗ്രസും കൂടിച്ചേരുമ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമാകുന്നതെന്ന് കെ സുധാകരൻ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു. അല്പസമയം മുമ്പായിരുന്നു ഈ ഒരു സന്ദർശനം ഉണ്ടായത്. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുന്നോടിയായുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത്. തന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് സുധാകരൻ പറഞ്ഞു. ലീഗും കോൺഗ്രസും കൂടി ചേരുമ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമാകുന്നത്. UDFനും ഇന്ത്യ മുന്നണിക്കും സാധ്യത വർദ്ധിക്കുകയാണ് അദ്ദേഹം പറയുകയുണ്ടായി. മുബഷീർ ചേരുന്നുണ്ട്. മുബഷീർ, ഈ കൂടിക്കാഴ്ച അത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി മറ്റേ സ്ഥാനാർത്ഥികൾ നടത്തുന്ന ഒരു സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർശനം തന്നെ ആയിരുന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ അതിനുശേഷം സുധാകരൻ പറഞ്ഞു? തീർച്ചയായും ശ്രുതി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൂടിയായ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കെ സുധാകരൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. വിശേഷം UDF മുന്നണി ഏത് നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കെ സുധാകരൻ UDFനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു സ്വാഭാവിക സന്ദർശനം മാത്രമാണ് ഇതെന്നാണ് കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. വീണ വിജയനെതിരായ നടപടി ഉൾപ്പെടെ UDFന് ഇത്തരത്തിൽ അനുകൂലമാകുന്ന ഒരു പ്രതികരണമാണ് കെ സുധാകരൻ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളായി ഇത്തരത്തിൽ BJP പിണറായി വിജയനെതിരെ പല കേസുകൾ എടുക്കുന്നുണ്ടെങ്കിലും നടപടി സ്വീകരിക്കാത്തത് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് കൃത്യമായ ഉദാഹരണമാണെന്നും കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി വിഷയം കൃത്യമായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ആ ഒരു നിയമം തന്നെ പൂർണ്ണമായും ഉപേക്ഷിക്കും, പൗരത്വ ബില്ല് കടലിലെറിയുമെന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ദേശീയ നേതൃത്വം, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ഒരു വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് നിലപാട് വ്യക്തമാക്കാത്തതിൽ അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടില്ല. അത് ദേശീയ നേതൃത്വമാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പൗരത്വ ഭേദഗതി വിഷയത്തിൽ കൃത്യമായൊരു നിലപാടുണ്ട്. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ആ നിലയിൽ തന്നെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകും തന്നെയാണ് കെ സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയും ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഒരു സന്ദർശനമാണ് കെ സുധാകരൻ നടത്തിയതെന്ന പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. സാഹചര്യങ്ങളിൽ പാണക്കാട് തങ്ങൾമാരെ കാണുന്ന ഒരു പതിവ് രീതി UDFിലുണ്ട്. അതിന് സമാനമായ ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു ഇന്നും കെ സുധാകരൻ നടത്തിയത്. ഇന്ന് രാവിലെ വടകര UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും സമാനമായ ഒരു കൂടിക്കാഴ്ച സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി നടത്തിയിരുന്നു. എന്തായാലും അദ്ദേഹം ഇന്ന് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഉംറയ്ക്ക് പോകുന്നത് കൊണ്ടുകൂടിയാണ് ഇന്ന് വളരെ വേഗത്തിൽ ഇങ്ങോട്ടേക്ക് സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDFനെ സംബന്ധിച്ച് സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് കൂടി വേണം ഈ ഒരു സന്ദർശനത്തെ കണക്കാക്കാൻ. വിശേഷിച്ചും വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ വടകര പോലെയുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മേഖലകൾ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ വോട്ട് ഏകീകരിക്കുക, ആ നിലയിൽ പൂർണ്ണ സജ്ജമായി കൊണ്ട് തന്നെ UDF സംഘടനാ സംവിധാനം മുന്നോട്ട് പോകുക എന്ന ഒരു ലക്ഷ്യം കൂടി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ അതിന്റെ പ്രചാരണ വിഷയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയായിട്ടുള്ളത്. സാദിഖ് അലി തങ്ങളെ കൂടാതെ PK കുഞ്ഞാലിക്കുട്ടിയും ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. കെ സുധാകരനോടൊപ്പം KPCN സെക്രട്ടറി ആലിപ്പറ്റി ജമീൽ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ശ്രുതി. ശരി, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.